റിയാസ്, എങ്ങോട്ടെല്ലാവരും? ഞങ്ങൾ റിയാസിന്റെ ഫ്രണ്ട്സാ. പിന്നെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങൾക്കുള്ള സ്ഥലം ഇതാ. വീട്ടിനകത്ത് നിറങ്ങിയുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും ഇവിടെ വേണ്ട. എന്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഇക്കിടപെടണ്ട. നിന്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ നമ്മുടെ കുടുംബകാര്യമാണ് പറഞ്ഞത്. ഇവരകത്തേക്കൊന്ന് കയറിയാൽ ഈ കുടുംബം പൊളിഞ്ഞു വീഴുവോ? പ്രായം തികഞ്ഞൊരു പെണ്ണുണ്ടാകത്ത് അടുക്കള വരെ നിറങ്ങുന്ന നിന്റെ ഈ സുഹൃത്തുക്കൾക്കിടയിലൂടെ അകത്തുള്ള സ്ത്രീകൾക്ക് ജീവിക്കാൻ പ്രയാസമുണ്ട്. വീട്ടിനകത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങാൻ സ്വാതന്ത്ര്യം നൽകുന്നതല്ല ഫ്രണ്ട്ഷിപ്പ്. എനിക്കുമുണ്ട് കുറെ സുഹൃത്തുക്കൾ. അവരൊക്കെ ഇവിടെ വരാറുമുണ്ട്. അവരിൽ ഒരാൾ പോലും അനാവശ്യമായി ഈ വാതിൽപ്പടി കടന്നിട്ടില്ല. എടാ റിയാസേ, ഞങ്ങൾ പോകുന്നു. എടാ പോവരുത് പ്ലീസ്. ഇയാൾ ഇവരല്ല പലതും പറയും. എടാ പോവരുത്. സമാധാനായില്ലേ? ഞാൻ ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? സാരല്ല. എടാ റിയാസേ, നീ എന്താ കോളേജിൽ വരാത്തത്? നീ ഇല്ലാത്തത് കൊണ്ട് ഒരു ഹരവുമില്ല. നല്ലൊരു സിനിമ റിലീസായിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് പോണം. നിങ്ങളുടെയൊക്കെ തന്തമാര് കൈക്കൂലി വാങ്ങി പലിശയ്ക്ക് കൊടുത്ത് സമ്പാദിച്ചത് നിങ്ങൾ തൂർത്തടിക്കുമ്പോൾ ഞാനും നിങ്ങളോടൊപ്പം കൂടി. പക്ഷേ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചിലവഴിച്ച ചിക്കൻ്റെയും മട്ടൻ്റെയും കാശുണ്ടാക്കാൻ എൻ്റെ ഉപ്പയൊക്കെ അനുഭവിച്ച വേദന ഇന്ന് ഞാനും അനുഭവിച്ചു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? എൻ്റെ സുഹൃത്തുക്കളുടെ പട്ടികയിൽ നിന്ന് കുറെ പേരുകൾ ഞാൻ വെട്ടിക്കളഞ്ഞു. ആ കൂട്ടത്തിൽ നിങ്ങളുടെ പേരുമുണ്ട്. നിങ്ങൾക്കിനി മടങ്ങിപ്പോവാം.